നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എന്താ സർ? സർ സർ എന്തു പറ്റി? എനിക്ക് ജോലി കിട്ടിയില്ല. സർ വേക്കൻസി ഇല്ലെന്ന് MD ശ്രദ്ധിക്കാതെയാണ് ജോയിൻ ഓർഡർ തന്നതെന്ന്. സർ സർ സത്യമാണേ പറയുന്നത്? അതെ. ഇതെന്തൊരു ദ്രോഹമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ? ഏയ് വേണ്ട, കാര്യമില്ല. സർ സാർ വിഷമിക്കാതെ. ഈ നാട്ടിൽ ഇവരുടെ കമ്പനി മാത്രമല്ലല്ലോ ഉള്ളത്, നമുക്ക് വേറെ അന്വേഷിക്കാം. MD ഒരു കാര്യം കൂടി പറഞ്ഞു. എന്ത്? ഇവിടെ മാത്രമല്ല, ഒരു കമ്പനിയിലും എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലെന്ന്. നമുക്കെതിരെ അരയും തലയും മുറുക്കി ഒരു ശത്രു ഇറങ്ങിയിട്ടുണ്ട്. ജോലി പോയി അല്ലേ? ഇതൊരു തുടക്കം മാത്രം. പോകാം. സർ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നിന്റെ ജീവിതം നീ തന്നെയായിട്ടാ ഇല്ലാണ്ടാക്കിയത്. അതിന്റെ കുറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. മോന്റെ ജോലി ഇല്ലാതാക്കി, എന്നിട്ട് ജോലി നഷ്ടപ്പെട്ട് കരയുന്നത് കണ്ട് സന്തോഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? 10 മാസം എന്നെ ചുമന്ന് നടന്ന ആളല്ലേ? ഇങ്ങനെ കണ്ണിച്ചോറില്ലാതെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു? നിന്നോടല്ല ഞാൻ പക തീർക്കുന്നേ. ഒരാളുടെ ദേഹത്ത് ബാധ കയറിന്നിരിക്കട്ടെ, ആ ബാധയെ ഓടിക്കാനും ഒഴിപ്പിക്കാനും വേണ്ടി അയാളെ വേദനിപ്പിക്കേണ്ടി വരും. നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ബാധയോടാ ഞാനിതൊക്കെ കാണിക്കുന്നേ. നീ വരും. നീ തിരിച്ചെന്റെ അടുത്തേക്ക് തന്നെ വരും. അതിനി അധിക സമയമൊന്നും വേണ്ട മോനെ. ഞാൻ തന്നെയാ നിന്റെ ഇവിടത്തെ ജോലി ഇല്ലാതാക്കിയത്. എന്റെ സ്വാധീനത്തെക്കുറിച്ച് നീ എന്താ കരുതിയേ? നിനക്ക് ഒരിടത്തും ജോലി കിട്ടാൻ പോകുന്നില്ല. മോനെ, മോൻ വിഷമിക്കാതെ.
ഇത്രയും കഴിവുള്ള മോനെ ഒരു ജോലി കിട്ടിയിരിക്കും. മോൻ 2 ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിക്കേ, എന്നിട്ട് മതി ജോലിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആലോചന. നിങ്ങൾ രണ്ടുപേരും വാ, ഭക്ഷണം കഴിക്കാം. വാ മോനെ, വാ വാ കഴിക്കാം. വാ. ആഹാ, ഭക്ഷണം കഴിക്കാൻ പോവാണോ? ഞാൻ കരുതിയത് ഭക്ഷണം വേണ്ടെന്നൊക്കെ അഖില് തടസ്സം പറയുന്നൊക്കെയാ. അതെന്തിനാ ഭക്ഷണം വേണ്ടാന്ന് പറയുന്നത്? അല്ല, ഇപ്പൊ അഖിലിന്റെ സ്ഥാനത്ത് ഞാനാണെന്നിരിക്കട്ടെ. എന്നെയും ഭാര്യയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഞാൻ എന്റെ ഭാര്യയുമായിട്ട് അച്ഛ വീട്ടിൽ പോയി പൊറുതി തുടങ്ങി. അല്ല, ഈ അച്ചി വീടെന്ന് പറയുന്നത് ഭാര്യ വീട്. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടെ എന്നെ വന്ന് ഉണ്ണാൻ വിളിച്ചാലേ ഈ കേട്ട പാതി കേക്കാത്ത പാതി ഞാൻ അങ്ങനെ ചാടി എണീക്കത്തൊന്നുമില്ല. എനിക്കൊരല്പം ഉളുപ്പൊക്കെ തോന്നും. പിന്നെ ഈ ഊണ് വേണ്ടാന്നൊക്കെ ഞാൻ തടസ്സം പറയും. അല്ല, ഞാനല്ല, ഒരുമാതിരി മാനം ഉള്ളവരൊക്കെ അങ്ങനെ പറയും. പിന്നെ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ, കാര്യാക്കണ്ട കേട്ടോ. ജയന്തി കണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ജയന്തി കേന്തി എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങും. ഉള്ളതൊക്കെ പറഞ്ഞ ഉറിയും ചിരിക്കും എന്നാണല്ലോ. മോൻ വന്നേ. ഇല്ല സാർ, വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഇവള് പറഞ്ഞത് കേട്ടിട്ടാണോ? ജയന്തി അടുത്ത് പറഞ്ഞത് സത്യമായ കാര്യമല്ല സാർ. ഞാനൊരു ബാധ്യതാവാൻ ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമയും അച്ഛനമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുക, നീയും കഴിച്ചോ. സർ, സർ വന്നേ. ഇല്ല ശ്യാമ, വേണ്ട, നിങ്ങൾ കഴിച്ചോ. സർ വരാനാ പറഞ്ഞ. അല്ല, ഇനിയിപ്പൊ ഇതിനും ജയന്തിക്കായിരിക്കോ കുറ്റം? മിണ്ടിപ്പോരുത്. ഇതെന്റെ വീടാ. ഈ വീട് എനിക്ക് അച്ഛൻ തരാൻ പോകുന്നേ. അങ്ങനെ നോക്കുമ്പോ എന്റെ ഔദാര്യത്തിലാ എടുത്ത് ഈ വീട്ടിൽ നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോ കണക്ക് പറയുന്നു. ഇതെന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഇനി ഒരു വാക്ക് പറഞ്ഞ വെച്ചേക്കില്ല ഞാൻ. സർ വാ, വാ. അഖിലിനെ ഇനി വേദനിപ്പിച്ച ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.